നമ്മളെ പുറക്കത്തെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ ആക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഈ അളവിലുള്ള കോളിഫ്ലവർ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതിൻ്റെ മേലിലായിട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് എന്ത് വേണോ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ നിറയെ റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. പിന്നെ വേണ്ടതില്ല 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ പൊടിയും 3 ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടിയും. ഇത് 3 കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഡാൻസിങ് പുഡിങ്ങിന് മുട്ടൻ്റെ സംഭവം കുറേ കമൻസിൽ ഞാൻ കാണുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യുക, വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താക്കുന്നത്, അതിലേക്ക് ചെറുനാരങ്ങ വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി കൊണ്ടുവന്നിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോടെ മാറ്റി വെക്കാൻ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാൻ. ഇത് ഇടുന്ന സമയത്തില്ലേ കുറച്ചൊന്ന് വിട്ട് ആക്കിപ്പിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് കൂടിയിട്ട് പിന്നെ അതിൻ്റെ പുറത്തില്ല സ്കിന്നില്ല, അതെല്ലാം ഇങ്ങനെ ഇളകി വരും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക പൊരിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതാ ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലിൽ ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ചെയ്യും. നിങ്ങൾ കിലി ശബ്ദം ഒന്ന് കേട്ടോക്കെ മസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. സീ വിത്ത് അടുത്ത വീഡിയോ. ബൈ.